ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഡിഗ്രി ലെവലുകാർക്ക് ഇനി പ്രതീക്ഷിക്കാവുന്ന കേരള PSCയുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്കമിങ് ഡിഗ്രി എക്സാംസ്. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് അസിസ്റ്റൻറ്റ് ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നത്. ഈ എക്സാം കഴിഞ്ഞ തവണ വിളിച്ചത് കാറ്റഗറി കോഡ് 059/2020 അതിനുശേഷം ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 088/2023 088/2023. അപ്പോൾ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കാലാവധി വരുന്നത് 07/08/2026 വരെയാണ് ഇതിൻ്റെ കാലാവധി ഉള്ളത്. അതുപോലെ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് വന്നത് എത്രയാണ്? ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 35 ആയിരുന്നു. ഇതിൻ്റെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഈ എക്സാം നമുക്ക് ഈ വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ഇതിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 28/1/2025. ടോട്ടൽ അഡ്വൈസ് 35 പോയിരിക്കുന്നത്. ഇനി പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇത് എക്സൈസ് ഇൻസ്പെക്ടർ. ഇതിൻ്റെ കഴിഞ്ഞ എക്സാം നടന്ന കാറ്റഗറി കോഡ് 497/2019. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് എക്സൈസ്. നെയിം ഓഫ് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്നതാണ്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 28/12/2023. 28/12/2023 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ കട്ട് ഓഫ്, ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 ആയിരുന്നു. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ 141 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 158 പേർക്കാണ്. അപ്പോൾ 141 അഡ്വൈസ് 158 അഡ്വൈസ്, അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നെല്ലാം ഉൾപ്പെടുത്തി 158 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 6/1/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി ഡിഗ്രി ലെവലുകാർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഈ വരും മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി കോഡ് 486/2022 എന്ന കാറ്റഗറി കോഡിലാണ് ഇതിൻ്റെ എക്സാം വിളിച്ചത്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് എന്നതാണ്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ആണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 11/3/2024 11/3/2024 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ അഡ്വൈസ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ 770 ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 ആയിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 ആയിരുന്നു. അതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 770 പേരുമാണ്.
യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ഇതിൽ അസിസ്റ്റൻറ്റ് ഈ പോസ്റ്റിലേക്ക് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 227 പേരാണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 6/5/2025 അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ്. അടുത്ത എക്സാമാണ് അസിസ്റ്റൻറ്റ് ഇൻ കമ്പനി ഓർ ബോർഡ്, KSFE, അതുപോലെ തന്നെ KSEB എന്നിങ്ങോട്ടൊക്കെയുള്ള പരീക്ഷയാണ്. ഇത് കഴിഞ്ഞ തവണ നടന്നത് 026/2022 എന്ന കാറ്റഗറി കോഡിലാണ് ഈ എക്സാം നടന്നത്. ഇതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് ഓർ കാഷ്യർ ഓർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഓർ ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഓർ ജൂനിയർ ക്ലർക്ക് എക്സെട്ര എന്നിവയാണ് പോസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നത് 13/3/2024 ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ എത്ര പേര് ഉൾപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് 3763 പേര്. 3763 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക്, ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത് 43.33 ആണ്. 43.33 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 925 പേർക്ക് എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. മറ്റൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് ഇൻ കമ്പനി ഓർ ബോർഡ്, KSRTC. അത് രണ്ടും ഒരു എക്സാമായിരുന്നു, പിന്നീട് അത് രണ്ടാക്കി നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ എക്സാമിൻ്റെ കാറ്റഗറി കോഡ് 653/2021 എന്ന കാറ്റഗറി കോഡിലാണ് ഈ എക്സാം നടത്തിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫേംസ് ഇതൊക്കെയാണ്: KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. ഇങ്ങനെയുള്ള ഫേമിലേക്കൊക്കെയാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 29/2024 29/1/2024 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1734 പേരാണ്. ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 53.67 ആണ് ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 692 ആണ് അഡ്വൈസ് പോയിരിക്കുന്നത്. പിന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഏത്, SBCID എന്നത്. എല്ലാവരും ഡിഗ്രി ലെവലുകാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇത്, SBCID. ഇതും നമുക്ക് ഈ വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 315/2019 ആയിരുന്നു. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ്, SBCID. ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് ദ ലിസ്റ്റ് ഈസ് ഫൈനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഹെൽഡ് ഓൺ 30/10/2021. അതായത് 30/10/2021 നടന്ന പ്രിലിമിനറി എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്ന റാങ്ക് ലിസ്റ്റാണ്. ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 13/11/2021 ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് വരുന്നത് 3/6/2023 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3763 ആണ്. ഇതിൻ്റെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 172 ആണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 21/2/2025 ആണ്.
അടുത്തതാണ് സബ് ഇൻസ്പെക്ടർ. ഈ എക്സാമിൻ്റെ കാര്യം നമുക്കറിയാം. എക്സാം കണ്ടക്ട്സ് ഇയർലി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണിത്, സബ് ഇൻസ്പെക്ടർ. അപ്പോൾ ഡിഗ്രി ലെവലുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമാണിത്. അപ്പോൾ ഈ എക്സാമും ഈ വരും മാസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ നോക്കിയിരിക്കാതെ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠനം ആരംഭിക്കുക. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നോർത്തൊന്നും ആരും മാറ്റിവെക്കരുത്, ഇപ്പോഴേ തന്നെ പഠനം ആരംഭിക്കുക. നമ്മൾ PSC പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന് പറ്റിയ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് മിൻ്റ് എന്നത്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈവ് സെഷൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, അതുപോലെ മന്ത്ലി വീക്ക്ലി ടെസ്റ്റ് സീരീസ്, ബുക്സ്, മെൻറ്റർഷിപ്പ്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.